ഇത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളിലെ ഇപ്പോൾ മുസ്ലിങ്ങളെല്ലാം തല്ലിപ്പൊളികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് മതസ്പർദ്ധയാകുന്നില്ല. മതസ്പർദ്ധ എന്ന് പറഞ്ഞാൽ മതങ്ങൾ തമ്മിൽ, രണ്ട് മതങ്ങളോ രണ്ടിൽ കൂടുതൽ മതങ്ങളോ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാനായിട്ട് മനഃപൂർവ്വം എന്നുള്ള വാക്ക് അടിവരയിടണം. അവിടെ ഇൻറ്റൻഷൻ വേണം. ലീഗൽ സെൻസിൽ അതിന് മെൻസ്രിയ എന്ന് പറയും. ഈ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ക്രൈമാകുന്നുള്ളൂ. ഞാൻ മനഃപൂർവ്വം ക്രിസ്ത്യാനികളും ഹിന്ദുവും തമ്മിലടിക്കണ്ടേ, അതിനായിട്ടൊരു പണി എന്താ പറയുക അവരോട്, ഞാൻ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്നു. അപ്പോൾ അതോടെ ഹിന്ദുക്കൾ ഇതിപ്പോൾ അങ്ങനെ ക്രിസ്ത്യാനിയെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങുന്നു. ക്രിസ്ത്യാനികളും കൗണ്ടറായിട്ട് കൂടുന്നു. ഇതൊക്കെയാണ് മതസ്പർദ്ധ. അല്ലാതെ അവന്മാരെല്ലാം തല്ലിപ്പൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതസ്പർദ്ധയാണ്. അതുമാത്രമല്ല, മുസ്ലിങ്ങളാണ് പറയുന്നത്, ഇസ്ലാമിനെ അല്ല, മതത്തെ അല്ല, ആ മതം ഫോളോ ചെയ്യുന്ന കമ്മ്യൂണിറ്റിയെയാണ് PC ജോർജ് ഈ പറയുന്നത്. നമ്പർ 2, ഇത് മൊത്തം എടുത്ത് നോക്കുക, ഒരു വീഡിയോ മൊത്തം നോക്കണമല്ല. അതിൽ എത്ര കണ്ട് മറ്റേ ആൾ PC ജോർജിനെ പ്രകോപിപ്പിക്കുന്നുണ്ട്, എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് PC ജോർജിന് ദേഷ്യം വരുന്നത് എന്ന് കാണാൻ പറ്റും. അത് അവിടെ ഇരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ്. അയാളോടാണ് PC ജോർജ് ചൂടായിട്ട് സംസാരിക്കുന്നത്. മുസ്ലിങ്ങളോടല്ല, മുസ്ലിം ലീഗിനോടാണ്. അവിടെ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗുകാരൻ എന്നാണ് അർത്ഥം. ഈ ക്രിമിനൽ കേസ് ഉണ്ടല്ലോ, നമ്മൾ ഈ ജനറൽ ടേംസ് വെച്ചിട്ട് ചാർജ് ചെയ്യുക, വിധി പറയുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. വളരെ കൃത്യമായിട്ട് കുറ്റം ചെയ്തു എന്ന് ബോധ്യം വന്നാൽ മാത്രമേ ക്രിമിനൽ കേസിൽ ഒഫൻസ് നിലനിൽക്കുകയുള്ളൂ. നമ്മളുടെ ഫേമസ് ഓർ നൊട്ടോറിയസ് ഗോവിന്ദച്ചാമി സൗമ്യ കേസ് എടുത്ത് നോക്ക്. ഗോവിന്ദച്ചാമിക്ക് തൂക്കുകയറ് കിട്ടിയില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? ഒറ്റ കാര്യത്തിലാണ്, ഒറ്റ പോയിൻ്റാണ്. സുപ്രീം കോടതിയിൽ 10 മിനിറ്റാണ് ആകെ ആർഗ്യൂ ചെയ്യാൻ ആ കേസ്. സുപ്രീം കോടതി പറഞ്ഞു എല്ലാം ഞങ്ങൾ സമ്മതിച്ചു, ബലാത്സംഗം നടന്നിട്ടുണ്ട്, ശരി. ആ കുട്ടി എടുത്ത് ചാടുകയായിരുന്നോ അതോ തള്ളിയിടുകയായിരുന്നോ? ജംപ്ഡ് ഔട്ട് ഓർ ത്രോൺ ഔട്ട്? ഉത്തരമില്ല. ലോവർ കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ജംപ്ഡ് ഔട്ടെന്നും എഴുതിയിട്ടുണ്ട്, ത്രോൺ ഔട്ടെന്നും എഴുതിയിട്ടുണ്ട്. ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിൽ ജംപ്ഡ് ഔട്ടെന്നും എഴുതിയിട്ടുണ്ട്, ത്രോൺ ഔട്ടെന്നും എഴുതിയിട്ടുണ്ട്. സുപ്രീം കോടതി ചോദിച്ചു, എന്താണ് ജംപ്ഡ് ഔട്ട് ആണെങ്കിൽ അത് കൊലപാതകമല്ല, ഈ പെൺകുട്ടി എടുത്ത് ചാടിയതാണ്. ത്രോൺ ഔട്ട് ആണെങ്കിൽ കൊലപാതകമാണ്. അതിൽ ഉറപ്പില്ല. അപ്പോൾ സംശയത്തിൻ്റെ ആനുകൂല്യം ആർക്ക് കൊടുക്കണം? പ്രതിക്ക് കൊടുക്കണം. തൂക്കുശിക്ഷ കൊടുത്തില്ല. ഇത്രയ്ക്ക് നാരോവായിട്ടാണ് ഒരു ക്രിമിനൽ കേസിൽ കോടതി നോക്കേണ്ടത്. ഇപ്പം ഞാനിവിടെ ഇരുന്നുകൊണ്ട് വായുജത്തിനെ വെടിവെക്കുന്നു, വെടി കൊള്ളുന്നില്ല, സൈഡിലെ ഭിത്തിയിൽ തട്ടിയിട്ട് തെറിച്ചു പോകുന്നു. ബട്ട് ഭയാക്രാന്തനായിട്ട് വായുജിത്ത് പെട്ടെന്ന് കസേരയിൽ നിന്ന് മറിഞ്ഞു വീണ് തല പൊട്ടുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ആംബുലൻസ് വേറൊരു വണ്ടിയുമായിട്ട് ഇടിക്കുന്നു. എന്നിട്ട് വായുജിത്ത് മരിക്കുന്നു. കൊലപാതകത്തിന് എനിക്കെതിരെ കേസെടുക്കുമോ? സാധാരണ TV-കാരുടെ ന്യായമനുസരിച്ച് കൊലപാതകത്തിന് കാരണക്കാരൻ മോഹൻദാസാണ്. ശരിയാണ്, കൊലപാതകത്തിന് കാരണക്കാരനാണ്, പക്ഷെ കൊല ചെയ്തവനല്ല. എൻ്റെ ആദ്യത്തെ വെടിയിൽ നിന്നാണ് ഇൻസിഡൻസ് തുടങ്ങുന്നത്. ബട്ട് മരിച്ചത് ആക്സിഡൻറ്റിലാണ്. അപ്പോൾ വധശ്രമത്തിന് എനിക്കെതിരെ കേസെടുക്കാം, ബട്ട് വധത്തിന് കേസെടുക്കാൻ പറ്റില്ല. ക്രിമിനൽ ലോ അങ്ങനെയാണ്, വളരെ നാരോയായിട്ട് നോക്കും. ഞാൻ പടക്കം പൊട്ടിച്ചു, ആ ശബ്ദത്തിൽ മുകളിൽ നിന്നൊരു ടൈൽ ഇളകി വായുജത്തിൻ്റെ തലയിൽ വീണു. അപ്പം ഞാൻ വായുജത്തിനെ കൊന്നുന്നായോ? ടൈൽ വീണു, വായുജത്ത് മരിച്ചുപോയി, സംഭവം ശരിയാണ്. ബട്ട് വായുജത്തിനെ കൊല്ലാനല്ലല്ലോ ഞാൻ പടക്കം പൊട്ടിച്ചത്. എന്നാൽ കാരണക്കാരൻ ഞാനല്ലേ? ആണ്. ഞാൻ പടക്കം പൊട്ടിച്ചില്ലായിരുന്നെങ്കിൽ വായുജത്ത് മരിക്കുമായിരുന്നില്ല. ശരിയാണ്, ഞാൻ കാരണക്കാരനാണ്, പക്ഷെ ഞാൻ കൊലകാരനല്ല.